ഇവിടെ 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 അപ്പോൾ നമ്മുടെ ഷൈൻ ചേട്ടൻ്റെ സിനിമകളുടെ ഒരു പാറ്റേൺ നോക്കി അറിയാം. പുള്ളിക്കാരൻ ചെയ്തു വെക്കുന്ന ഒരു പ്രത്യേക ഒരു സ്വാഗ് ഉണ്ട്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഒരു ആക്ഷൻ്റെ രീതികളൊക്കെ ഉണ്ടാവും. എപ്പോഴെങ്കിലും അതിലെന്തെങ്കിലും ഇൻസ്പയർ ചെയ്യണം, അല്ല അതിൽ നിന്ന് ഫോളോ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? ചെറുപ്പം മുതലേ തോന്നിയിട്ടുണ്ട്. ചെറുപ്പത്തിലുള്ള ചേട്ടൻ കണ്ടിട്ടുണ്ടോ? ഇല്ലില്ല. ഇല്ലല്ലോ. ഇപ്പോഴുള്ള ചേട്ടനല്ലേ കണ്ടിട്ടുള്ളൂ. ചെറുപ്പത്തിലെ ചേട്ടൻ എങ്ങനെയാ? അത് അറിയില്ലല്ലോ, നിങ്ങൾക്ക് അറിയില്ലല്ലോ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല ഇപ്പൊ ചെയ്യണം തോന്നില്ലല്ലോ. ഇപ്പൊ ഏതെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ അതന്നെ പറഞ്ഞു, ചെറുപ്പത്തിലുള്ള ചേട്ടനെ കണ്ടിട്ടുണ്ടോ? ഇപ്പോഴുള്ള ചേട്ടൻ ഞാൻ ചെറുപ്പം മുതലേ കഥ പറയണ്ടേ? 10-35 കൊല്ലത്തെ കഥയുണ്ടോ? നിങ്ങളല്ലേ വെല്ലുവിളി. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ അതിന് നല്ലൊരു താങ്ക്സ് പറയുന്നുണ്ട്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ആ ഒരു സീനിലേക്ക് ഈ മമ്മൂക്കയുടെ കൂടെ ഷൈൻ ടോക്കൊക്കെ ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ മമ്മൂക്ക അഭിനയിച്ചു വെച്ച എല്ലാ സിനിമയിലും മമ്മൂക്ക കൂടെ കൊണ്ടു കിടക്കുകയാണ്. ആ സിനിമയിലേക്ക് തന്നെ മമ്മൂക്കയുടെ കൂടെ തന്നെ എത്താൻ പറ്റി, മമ്മൂക്കയുടെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയ സ്ക്രീൻ വലിയൊരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു? അതെ. എങ്ങനെ ഉണ്ടായിരുന്നു പറയൂ. അടിപൊളിയായിരുന്നു. മമ്മൂക്കയുടെ പാതയായിട്ടാണ് അഭിനയിക്കുന്നത്. മമ്മൂക്ക ഫാൻ ബോയ് ആയിരുന്നില്ല പണ്ട്, പക്ഷെ ഇപ്പൊ ആയിക്കൊണ്ടിരിക്കുന്നു, ശ്രമിക്കുന്നു. അതിന് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളൂ. ഷൈൻ്റെ കസിൻ, ഷൈൻ്റെ അനിയൻ തന്നെയാ, സ്വന്തം അനുജനാട്ടോ. അതാണ് പല ആൾക്കാർ ഷൈൻ്റെ സ്വന്തം അനുജനാണ്. ഉണ്ടാവും, വേറെ സംഭവം ഉണ്ട്. അല്ല ഈ സബ്ജക്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ചേട്ടനുടെ അഭിനയിക്കുന്ന സിനിമ ആരാണ് വിളിക്കുന്നത്? ആദ്യമായിട്ട് ഞാനും ചേട്ടനും ആദ്യമായിട്ട് സ്ക്രീനിൽ ഒരുമിച്ച് വരുന്ന പടമാണത്. ഇതിനു മുമ്പ് ഞങ്ങൾ ക്രിസ്റ്റഫറിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആദ്യമായിട്ട് ഒരുമിച്ച് വരുന്ന പടമാണ് അത്. ഭയങ്കര ഒരു വീട്ടിൽ ഒരുമിച്ച് കാണാറുണ്ട്, വീട്ടിലിടയ്ക്ക് കാണാറുണ്ട്, പുറത്താണ് കൂടുതൽ ഒരുമിച്ച് കാണാറ്. ആരാണ് ആദ്യം വിളിക്കുന്നത് ഈ സിനിമയിലേക്ക് സബ്ജക്ട് പറഞ്ഞ്? ആഷിക്ക് പറഞ്ഞിട്ട്, ആഷിക്കും മിലിന്ദും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡീന തന്നെയാണ് വിളിക്കുന്നത്. അങ്ങനെ പോയി അഭിനയിച്ചു. ആദ്യ ദിവസം വിളിച്ചു, പിന്നെ 2 ദിവസം വിളിച്ചു, 3 ദിവസം, 4 ദിവസം, 5 ദിവസം, അങ്ങനെ ആദ്യ ഒരു ദിവസം പറഞ്ഞാണ് പിന്നെ തുടർന്ന് അല്ലേ? അല്ല നല്ലൊരു എക്സ്പീരിയൻസ്, നന്നായിട്ട് ചെയ്യുകയും ചെയ്തു എന്നാണ് നമ്മള്. ജോക്കുട്ടനെ എനിക്കൊക്കെ പേഴ്സണലി അറിയാവുന്ന ജോക്കുട്ടൻ വേറെ സിനിമയിൽ അഭിനയിച്ചു. ആദ്യമായിട്ട് അങ്ങനെ പറയുന്നത് 5-6 പറഞ്ഞു കഴിഞ്ഞു. അതെ, വേറെ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മമ്മൂക്കാടൊപ്പം അഭിനയിക്കുമ്പോൾ ഉള്ള അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. മമ്മൂക്കാടൊപ്പം സ്ക്രീൻ ചെയ്യുമ്പോൾ അവിടെ ഡയലോഗ് വരുന്നുണ്ട്, മമ്മൂക്കാട് ഒപ്പം നിൽക്കണം. അതിന് നിങ്ങൾ ടെൻഷൻ ആണോ പറയാ? പിന്നെ എന്താ പറയണ്ട പറയൂ. എനിക്കറിയില്ല എന്താ പറയണ്ടില്ല. ജോക്കുട്ടൻ എന്താണ് അനുഭവിച്ചത്? എനിക്ക് അനുഭവിച്ച എന്താന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പോഴാണ് ഷൈൻ ടോൺ ആക്കിയത്. എന്താണ്? ഞാനൊരു എക്സ്ക്യൂസ് പറയാണ്. കാരണം എനിക്ക് ഒരു അടുത്ത പരിപാടി 2-3 പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ പ്രൊമോഷനും ഉണ്ട്, പിന്നെ ഷൂട്ടിംഗ് ഉണ്ട്, ഡബിങ് ഉണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് പയ്യെ ഇനി കാലിക്കട്ട് എത്തണം. അതുകൊണ്ട് എന്നോട് ദയവായി ക്ഷമിക്കുക. എല്ലാവരും സിനിമ എൻജോയ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്.